സ്റ്റുഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്നുള്ള ടോപ്പിക്കാണ്. ഇൻഷുറൻസ് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുടെ ബിസിനസ് മുഴുവനായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അതോറിറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് IRDA, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണെന്നും അത് 2000 ഓൺവേർഡ്സ് അത് എഫക്റ്റീവായിട്ട് ഇന്ത്യയിലെ മൊത്തം ഇൻഷുറൻസ് ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അതോറിറ്റിയുടെ ഫണ്ടിനെ കുറിച്ചിട്ടാണ്. A fund to be called the Insurance Regulatory and Development Authority Fund is to be established and the following sum will be credited thereto. അപ്പോൾ ഈ ഫണ്ട് ഇവിടെ എങ്ങനെയൊക്കെയാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അത് ഏതൊക്കെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഓൾ ഗവൺമെൻറ് ഗ്രാൻഡ് ഫീസ് ആൻഡ് ചാർജസ് റിസീവ്ഡ് ബൈ ദ അതോറിറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഫണ്ടിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഓൾ സം റിസീവ്ഡ് ബൈ ദ അതോറിറ്റി ഫ്രം സച്ച് അതർ സോഴ്സസ് ആസ് മേ ബി ഡിസൈഡഡ് അപ്പോൺ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഫീസ് അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട് ഈ അതോറിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അത്. ദെൻ തേർഡ് വൺ പറയുന്നത് ദ പെർസെൻറ്റേജ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ഇൻകം റിസീവ്ഡ് ഫ്രം ദ ഇൻഷുററുടെ കയ്യിൽ നിന്നും നമ്മൾ പ്രീമിയമായിട്ടൊക്കെ കളക്ട് ചെയ്യുന്ന എമൗണ്ട്. ഇതാണ് മെയിനായിട്ട് അവരുടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരിക്കുക. ഇനി ഈ എമൗണ്ട് ഏതൊക്കെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സാലറീസ്, അലവൻസ് ആൻഡ് അതർ റെമ്യൂണറേഷൻസ് ഓഫ് ദ മെമ്പേഴ്സ്, ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദ അതോറിറ്റി. അപ്പോൾ ഇതിൽ ഒരു മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിൽ എംപ്ലോയീസിൻ്റെ സാലറി, അലവൻസ്, റെമ്യൂണറേഷൻ ഇതൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ എമൗണ്ട് യൂസ് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന മറ്റൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻ കണക്ഷൻ വിത്ത് ദ ഡിസ്ചാർജ് ഓഫ് ഇറ്റ്സ് ഫംഗ്ഷൻ ആൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം ഈ ഒരു അതോറിറ്റിയിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് പിന്നെ യൂസ് ചെയ്യപ്പെടുന്നത്. ദെൻ ടു ഗെറ്റ് രജിസ്ട്രേഷൻ ദ അപ്ലിക്കൻറ്റ് ഹാസ് ടു ബി എ കമ്പനി അണ്ടർ രജിസ്റ്റേർഡ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. ഇപ്പോൾ ഈ IRDA പ്രകാരം നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ആദ്യം കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ദ ഗവൺമെൻറ് ഹാസ് ഇൻക്രീസ്ഡ് ദ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം 49 to 100%. ആൾറെഡി അത് 49% മാത്രമായിരുന്നു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഇൻക്രീസ് ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട്, 100% ആക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നത് separate companies would have to be established if the applicant were to conduct more than one business. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഒരൊറ്റ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് ചെയ്യാൻ കഴിയില്ല. ഒന്നിൽ കൂടുതലായി കമ്പനികളുടെ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് ആ ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ an Indian promoter has to be defined by the IRDA Regulations Act 2000 under section 2 subsection G 2000 ആണ്. സോറി, ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. Okay, regulations 2000 under section 2 subsection G, which inter alias permit a cooperative society to form an insurance company. അപ്പോൾ ഇത് പ്രകാരം ഒരു കമ്പനിയുടെ സബ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കോപ്പറേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ മ്യൂച്വൽ ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ അറ്റ് പ്രസൻറ്റ്. ഇന്ത്യയിൽ അറ്റ് പ്രസൻറ്റ് ഒരു മ്യൂച്വൽ ഇൻഷുറൻസ് കമ്പനി എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു പോയിന്റ്, ദ കറൻറ്റ് റെഗുലേഷൻസ് റിക്വയർ മിനിമം ക്യാപിറ്റൽ ഓഫ് 100 crore to establish and ഇൻഷുറൻസ് പ്രൊവൈഡർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഓഫർഡ്. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഇൻഷുറൻസ് ബിസിനസ് ആണെങ്കിലും ശരി, അവരുടെ കറൻറ്റ് റെഗുലേഷൻ പ്രകാരം, അതായത് 2000 IRDA റെഗുലേഷൻസ് പ്രകാരം അവരുടെ മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 കോടി ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻഷുറൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൗൺസിൽ ആൻഡ് കമ്മിറ്റി. ഇൻഷുറൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൗൺസിൽ ആൻഡ് കമ്മിറ്റി. ഓക്കെ, നമുക്ക് ഇതിൽ പറയുന്നത് ഓൾ ഇൻഷുറൻസ് പ്രൊവൈഡർ
ആർ മെമ്പേഴ്സ് ഓഫ് ദ ഇൻഷുറൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ LIC ആണെങ്കിലും ശരി, GIC ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിലാണ് ബിസിനസ് ചെയ്യുന്നത് എങ്കിലും അവരെല്ലാം തന്നെ ഈ ഒരു അസോസിയേഷനിൽ എന്തായിരിക്കും, മെമ്പേഴ്സ് ആയിരിക്കണം. ഇന്ത്യയിൽ 2 കൗൺസിലാണ് ഇത്തരത്തിലുള്ളത് ഇൻഷുറൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന് LIC കൗൺസിലും മറ്റൊന്ന് വരുന്നത് GIC കൗൺസിലുമാണ്. ഈ കൗൺസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. LIC കൗൺസിൽ ആണെങ്കിൽ ത്രൂ ഇറ്റ്സ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കണ്ടക്ട് ദ എക്സാമിനേഷൻസ് ഫോർ ഇൻഡിവിജ്വൽ വിഷിംഗ് ടു ക്വാളിഫൈ ആൻഡ് ഇൻഷുറൻസ് ഏജൻറ്റ്. അപ്പോൾ ഈ ഒരു കൗൺസിലിൻ്റെ കീഴിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ്, അവരാണ് ഡേ ടു ഡേ അഫയേഴ്സും കാര്യങ്ങളും ഫങ്ഷൻസും ഒക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഏജൻ്റായിട്ട്, ഇൻഷുറൻസ് ഏജൻ്റായിട്ട് വരണമെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതിന് വേണ്ടിയിട്ട് എക്സാമുകളൊക്കെ ഉണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ് അവിടെ ഇൻഷുറൻസ് ഏജൻ്റായിട്ട് വരുന്നത്. ഇറ്റ് ഓൾസോ ഫിക്സ് ദ ലിമിറ്റ് ഫോർ ആക്ച്വൽ എക്സ്പെൻസസ് ബൈ വിച്ച് ദ ഇൻഷുറർ carrying on LIC business or any group of insurers can exceed the prescribed limit under the Insurance Act. അപ്പോൾ ഇവരുടെ ആ ഒരു ലിമിറ്റ്, അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സ്പെൻസസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അതോറിറ്റി, IRDA അതോറിറ്റി ആക്ടിൻ്റെ റെഗുലേഷൻസിൽ പറഞ്ഞ പ്രകാരം തന്നെ ആയിരിക്കണം. ഇതേപോലെ തന്നെയാണ് GIC കൗൺസിലും വരുന്നത്. അവിടെയും നമുക്കൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കാണാൻ കഴിയും. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ആ ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ആക്ച്വൽ എക്സ്പെൻസസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻകേർഡ് ബൈ എൻ ഇൻഷുറർ ക്യാരിയിങ് ഓൺ ജനറൽ ഇൻഷുറൻസ് ബിസിനസ്. ആ ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ്റെ ആ ഒരു ലിമിറ്റ്, ആ ഒരു എമൗണ്ട്, എക്സ്പെൻസസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കും. ഈ 2 കൗൺസിലുകളും, അതായത് ഇപ്പോൾ GIC കൗൺസിലാണെങ്കിലും ശരി, അതേപോലെ തന്നെ LIC കൗൺസിലാണെങ്കിലും തന്നെ അവർ ഏത് രീതിയിലായിരിക്കണം, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ. ഈ 2 കൗൺസിലിൻ്റെയും ഫംഗ്ഷൻ എങ്ങനെയാണ്? SRO മീൻസ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലായിരിക്കണം ഈ കൗൺസിൽ പ്രവർത്തിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡെപ്പോസിറ്റ്സ് ആണ്. എവറി ഇൻഷുറർ ഷുഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഇൻഷുറൻസ് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഹിം ഇൻ ഇന്ത്യ വിത്ത് ഡെപ്പോസിറ്റ് വിത്ത് RBI for and on behalf of the central government in India the following amount either in cash or in approved security. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം LIC ബിസിനസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും എന്ത് ചെയ്യണം, RBIയിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അതൊന്നുകിൽ ക്യാഷ് ആയിട്ടോ അതല്ലെങ്കിൽ അപ്രൂവ്ഡ് എസ്റ്റിമേറ്റ്, മാർക്കറ്റ് വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ്, ആ രീതിയിലോ ആയിരിക്കണം കമ്പനികൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കേണ്ടത്. ഇവിടെ പാർഷ്യലി ക്യാഷോ അതല്ലെങ്കിൽ പാർഷ്യലി അപ്രൂവ്ഡ് സെക്യൂരിറ്റിയോ അങ്ങനെയുള്ള ഒരു റേഷ്യോയിലൊക്കെ നമുക്ക് ഈ എമൗണ്ട് കമ്പനിക്ക് RBIയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ ഇതിൽ പോയിൻ്റായിട്ട് പറയുന്നത് ഇൻ കേസ് ഓഫ് LIC, ഇപ്പോൾ നമ്മൾ കമ്പനി LIC ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അവർ കീപ്പ് ചെയ്യേണ്ട ഈ ഒരു ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 1% ഓഫ് ഹിസ് ടോട്ടൽ ഗ്രോസ് പ്രീമിയം. അതായത് ആനുവൽ ഇയർ, ഫിനാൻഷ്യൽ ഇയറിലെ തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയർ 31 മാർച്ച് 2000 കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേഷൻസ് പ്രകാരം പ്രിസീഡിങ്, അതായത് തൊട്ട് കമൻസ്, ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം 31 മാർച്ച് അവരുടെ ആനുവൽ റിട്ടേൺ പ്രീമിയത്തിൻ്റെ കണക്കാക്കിയതിൻ്റെ 1% ആണ് LIC ബിസിനസ് എന്ത് ചെയ്യേണ്ടത്, RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇത് ജനറൽ ബിസിനസ്സിൻ്റെ GICയുടെ ഇൻഷുറൻസ് ബിസിനസ്സാണ് എന്നുണ്ടെങ്കിൽ അവർ 3% ആണ് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പക്ഷേ ഈ 3% എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സീഡിങ് 100 മില്യൺ, അത് 100 മില്യണിൽ കൂടാനും പാടില്ല. അപ്പോൾ LIC ആണെങ്കിൽ 1% ആണ്. ആ 1% പക്ഷേ എന്താവാൻ പാടില്ല, ഡസ് നോട്ട് എക്സീഡിങ് ₹100 മില്യൺ, 100 മില്യണിൽ കൂടാൻ പാടില്ല. GIC ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ 3% ഓഫ് ടോട്ടൽ ഗ്രോസ് പ്രീമിയമാണ്. പക്ഷേ അതും അവരെന്ത് ചെയ്യാൻ പാടില്ല, 100 മില്യണിൽ കൂടാൻ പാടില്ല. ഇത്രയായിരിക്കണം GIC ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇനി റീ ഇൻഷുറൻസ് ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ എ സം ഓഫ് ₹200 മില്യൺ. റീ ഇൻഷുറൻസ് ആണെങ്കിൽ അവർ കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 200 മില്യൺ ആണ്. ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത് ദ ബിസിനസ് ഡൺ ഓർ ടു ബി ഡൺ ഇൻ മെറൈൻ ഇൻഷുറൻസ്, ഹൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ കാർഗോ, അതുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 100,000 ഷുഡ് ബി ഡെപ്പോസിറ്റഡ് വിത്ത് ദ RBI. അപ്പോൾ അവർ ചെയ്യേണ്ടത് 100,000
ഓൺലി റുപ്പീസ് 100,000 ഷുഡ് ബി ഡെപ്പോസിറ്റഡ് വിത്ത് RBI. ഇത്രയാണ് അവർ RBIയിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. എവറി ഇൻഷുറർ ഈസ് റിക്വയർഡ് ടു ഇൻവെസ്റ്റ് ആൻഡ് കീപ്പ് ഇൻവെസ്റ്റഡ് certain amount of asset as a determined under the ഇൻഷുറൻസ് ആക്ട്. അപ്പോൾ ഇൻഷുറൻസ് ബിസിനസ്സിൽ ഒരു പർട്ടിക്കുലർ പോർഷൻസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നത് ഇൻഷുറൻസ് ആക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കണം കമ്പനികൾ വർക്ക് ചെയ്യേണ്ടത്. ദ ഫണ്ട് ഓഫ് ദ പോളിസി ഹോൾഡർ കനോട്ട് ബി ഇൻവെസ്റ്റഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. മാക്സിമം അത് ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള LICയുടെയും GICയുടെയും അതേപോലെ തന്നെ പെൻഷൻ ആൻഡ് ജനറൽ ആനുവിറ്റി റീഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ആദ്യം LICയുടെ കാര്യം നോക്കാം. An insurer involved in the business of LIC is required to invest and keep at all time the value of which is not less than sum of the amount of its liability to holders of LIC policy in India. അതായത് ഇവർ കീപ്പ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് അവരുടെ അസറ്റ് അവർ മറ്റൊരു ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പോളിസി ഹോൾഡേഴ്സുമായിട്ടുള്ള ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ പറയുന്നത് എവറി ഇൻഷുറർ ഓൾ ടൈം കീപ്പ് ഇൻവെസ്റ്റഡ് ഹിസ് കൺട്രോൾഡ് ഫണ്ട് ഇൻ ദ ഫോളോയിങ് മാനർ ഫ്രീ ഓഫ് എനി ചാർജ് ഹൈപ്പോത്തിക്കേഷൻ ലീൻ. പിന്നെ അതേപോലെ തന്നെ ഈ LIC അവർ ഇൻവെസ്റ്റ്മെൻറ്റ് കീപ്പ് ചെയ്യേണ്ടത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ് എന്നുണ്ടെങ്കിൽ 25%. അതർ ഗവൺമെൻറ്, അതായത് ഇപ്പോൾ എക്സ്പോഷർ അല്ലെങ്കിൽ പ്രൊഡൻഷ്യൽ നോം ആ രീതിയിലാണ് അവർ എമൗണ്ട് കീപ്പ് ചെയ്യുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റി അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നോട്ട് ലെസ് ദാൻ 50%. അപ്പോൾ LIC ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണെങ്കിൽ 25%, ഗവൺമെൻറ് അപ്രൂവഡ് ആയിട്ടുള്ള മറ്റുള്ള സെക്യൂരിറ്റീസിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ 50% നോട്ട് ലെസ് ദാൻ ആയിട്ടുള്ള ഒരു എമൗണ്ടാണ് LIC കീപ്പ് ചെയ്യേണ്ടത്, അതായത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഏതൊക്കെയാണ് അപ്രൂവ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് സോഷ്യൽ സെക്ടർ. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചറൽ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ നോട്ട് ലെസ് ദാൻ 15%, 15% കുറയാൻ പാടില്ല. ഇനി അതർ ഗവേൺഡ് ബൈ എക്സ്പോഷർ അല്ലെങ്കിൽ പ്രൊഡൻഷ്യൽ നോമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ 35% കൂടാൻ പാടില്ല. ഇതാണ് LIC ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു ഫണ്ടിൻ്റെ ഡിവിഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ദ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് മെയ്ഡ് വിത്ത് RBI ബൈ ദ ഇൻഷുറർ ഇൻ റെസ്പെക്ട് ഓഫ് LIC ബിസിനസ് ഷാൾ ബി ഡീംഡ് ടു ബി അസറ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദി ഗവൺമെൻറ് സെക്യൂരിറ്റി. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് RBIയിൽ ഈ ഒരു LIC എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് കൺസിഡർ ചെയ്തിട്ടാണ് RBIയിലെ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ഇനി ഇപ്പോൾ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ വിത്ത് റെഫറൻസ് ദ കറൻസി അതർ ദാൻ ഇന്ത്യൻ റുപ്പീസ് അല്ലാത്തതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഇൻ എക്സസ് ഓഫ് ദ എമൗണ്ട് റിക്വയർഡ് ടു മീറ്റ് ദ ലയബിലിറ്റി ഓഫ് ദ ഇൻഷുറർ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കീപ്പ് ചെയ്യുന്നത് പോലെയല്ല, അതിനേക്കാൾ എക്സസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് അവിടെ ഡബിൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ലയബിലിറ്റിയെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഔട്ട് സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ സച്ച് എക്സസ് ആൻഡ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ പർച്ചേസ് ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ഇന്ത്യ or on account of any such a property shall not be taken into account. അപ്പോൾ സാധാരണ നമ്മൾ ഇൻമൂവബിൾ പ്രോപ്പർട്ടി ഔട്ട്സൈഡിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൺസിഡർ ചെയ്യില്ല. പക്ഷേ നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യൻ റുപ്പീസ് അല്ലാത്ത എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഡബിൾ ആയിരിക്കണം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നോക്കാനുള്ളത് ഇൻഷുറർ ഷുഡ് നോട്ട് ഔട്ട് ഓഫ് ഹിസ് കൺട്രോൾഡ് ഫണ്ട് ഇൻവെസ്റ്റ് എനി സം ഇൻ ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് എനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർസിൽ ഡിബഞ്ചേഴ്സിലോ ഇൻഷുറൻസ് കമ്പനിക്ക് അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി റീഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ
any such policies issued by himself, the asset to be invested by the insurer shall be increased by the amount of the liability involved in such acceptance and അതായത് നമ്മൾ ആ ലയബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ അത് ഇപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കണം ആ ഒരു എമൗണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നത്. ദെൻ ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഷുറർ ഇൻകോർപ്പറേറ്റഡ് ഓർ ഡൊമിക്കൽഡ് ഔട്ട്സൈഡ് ഇന്ത്യ, insurer incorporated in India whose share capital to the extent of 1/3 is owned. അപ്പോൾ ഔട്ട്സൈഡിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ 1/3 owned by or on the members of whose governing body to the extent of 1/3 consist of members domiciled. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഫുള്ളി ഔട്ട്സൈഡ് പറ്റില്ല, പക്ഷേ ഗ്രൂപ്പ് ഒരു പർട്ടിക്കുലർ പോർഷൻ ഇന്ത്യയിലും പർട്ടിക്കുലർ പോർഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഔട്ട് സൈഡിലാക്കാം. ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1/3 ഓൺഡ് ഫണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ ആ 1/3 കൺസിസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഡൊമിക്കിൾ ഇന്ത്യയിൽ തന്നെ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. 1/3 ആണ് അപ്പോൾ അവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ വരുന്നത് ദ ഇൻഷുറർ ഈസ് പെർമിറ്റഡ് ടു ഓഫർ യൂണിറ്റ് ലിങ്ക്ഡ് പോളിസി. ഇവിടെ ഇവർക്ക് യൂണിറ്റ് ആയിട്ട് പോളിസിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ആർ ലിങ്ക്ഡ് ടു കാറ്റഗറീസ് ഓഫ് അസറ്റ് ദാറ്റ് ആർ ബോത്ത് മാർക്കറ്റബിൾ ആൻഡ് ഈസിലി റിയലൈസബിൾ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഒരുമിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മുഴുവനായിട്ട് അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ അവർ നോക്കേണ്ടത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് മാർക്കറ്റബിൾ ആയിരിക്കണം, അതേപോലെ ഈസിലി റിലയബിൾ ആയിരിക്കണം. ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അതർ അപ്രൂവ്ഡ് കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് അറ്റ് no time exceed 25% ഓഫ് ദ ഫണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ ഒരു ലിമിറ്റ് പറയുന്നത് 25 ആണ്. 25% ഓഫ് ദി ഫണ്ട്. ഇത്രയാണ് LICക്ക് അവരുടെ ബിസിനസ്സിൽ ആ ഒരു പോർഷൻസ് അല്ലെങ്കിൽ അവരുടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക. ഇനി നമുക്ക് നോക്കാനുള്ളത് GICയുടെ കേസാണ്. GIC ഇതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ LIC 25% ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്ത് GICക്ക് 20% ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റി ആൻഡ് അതർ ഗ്യാരണ്ടീഡ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിങ് ദി അഫോർസെഡ് നോട്ട് ലെസ് ദാൻ 30%. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ചെയ്യാൻ കഴിയുക മാക്സിമം 30% ആണ്. ഇനി ഇത് കൂടാതെ ഹൗസിംഗ് ആൻഡ് ലോൺ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഹൗസിംഗ് ആൻഡ് ലോൺ അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് ഇതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇങ്ങനെ നോട്ട് ലെസ് ദാൻ 5%. 5%-ൽ കുറയാത്തൊരു എമൗണ്ട് GICക്ക് ഈ ഒരു ഫീൽഡിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇതിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നോട്ട് ലെസ് ദാൻ 10%. ഇവിടെ LICയിൽ നമ്മൾ 15% പഠിച്ചത്, GIC ആകുമ്പോൾ അത് 10%. അതേപോലെ അതർ ഗവൺമെൻറ് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറല്ലാത്ത ബാക്കിയുള്ള ഗവൺഡ് പ്രൊഡൻഷ്യൽ നോമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോട്ട് എക്സീഡിങ് 30%. അത് LICയുടെ 35% ആയിരുന്നു. ഇപ്പോൾ GICയിൽ അത് വരുന്നത് 30%. ഇനി അതർ ദാൻ ഇൻ അപ്രൂവ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബി ഗവേൺഡ് ബൈ ദി പ്രൊഡൻഷ്യൽ നോം നോട്ട് എക്സീഡിങ് 25%. ഇത്രയാണ് മെയിനായിട്ട് GICയുടേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പെൻഷൻ ആൻഡ് ജനറൽ ആനുവിറ്റി ആണ്. ഇവിടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നോട്ട് ലെസ് ദാൻ 20%. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഡയറക്റ്റ് അല്ലാത്ത അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നോട്ട് ലെസ് ദാൻ 40%. ബാലൻസ് ടു ബി ഇൻവെസ്റ്റഡ് അപ്രൂവ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടു ബി ഗവേൺഡ് ബൈ ദി എക്സ്പോഷർ ആൻഡ് പ്രൊഡൻഷ്യൽ നോം. ഇതിലാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 60%. ഈ രീതിയിലാണ് ജനറൽ ആനുവിറ്റി അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇനി റീ ഇൻഷുറൻസിൽ എങ്ങനെ നോക്കാം. എവറി റീ ഇൻഷുറർ കെയറിങ് ഓൺ റീ ഇൻഷുറൻസ് ബിസിനസ് ഇൻ ഇന്ത്യ is required to invest and at all time keep invested his total asset in the same manner as prescribed for the general insurance. ജനറൽ ഇൻഷുറൻസിൽ പറഞ്ഞ അതേപോലെ. അപ്പോൾ അവിടെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ 20%, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയിൽ നോട്ട് ലെസ് ദാൻ 30%, ഹൗസിംഗ് ആൻഡ് ലോൺ ആ ഫീൽഡിലാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 5%. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിൽ 10% നോട്ട് ലെസ് ദാൻ ആയിരിക്കണം. അതേപോലെ തന്നെ മറ്റേതെങ്കിലും പ്രൊഡൻഷ്യൽ നോമിലാണെങ്കിൽ
30%-ൽ കൂടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇതല്ലാത്ത അപ്രൂവ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 25%. അതായത് GICയിൽ പഠിച്ച അതേപോലെ തന്നെയാണ് റീ ഇൻഷുറൻസിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാല്യുവേഷനാണ്. വാല്യുവേഷൻ ഓഫ് അസറ്റ്, ലയബിലിറ്റീസ് ആൻഡ് സോൾവൻസി മാർജിൻ. An insurer should maintain at all time an excess of the value of his asset over the amount of his liability of not less than the relevant amount arrived at in the following manner. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ സോൾവൻസിയുമായി ബന്ധപ്പെട്ടിട്ട് അസറ്റ് ആൻഡ് ലയബിലിറ്റിയുടെ വാല്യുവേഷൻസ് നോക്കാം. അപ്പോൾ അവിടെ എപ്പോഴും ആ ലയബിലിറ്റിനേക്കാൾ എക്സസ് അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലയബിലിറ്റിയെ മീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു ബിസിനസ് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആണെന്ന് പറയാം. ആ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഇവിടെ പറയുന്ന പോയിന്റ്, ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഷുറൻസ് കെയറിങ് LICയുടെ കേസാണെന്നുണ്ടെങ്കിൽ സോൾവൻസി മാർജിൻ ഹയർ ഓഫ് ₹500 മില്യൺ. അപ്പോൾ റീ ഇൻഷുറൻസ് ആണെങ്കിൽ അവിടെ 1 ബില്യൺ ആണ്. അതല്ലാത്ത കേസിൽ 500 ബില്യൺ ആൻഡ് ദി അഗ്രിഗേറ്റ് സം അറൈവ്ഡ് അറ്റ് ബേസ്ഡ് ഓൺ ദി കാൽക്കുലേഷൻ. ഇൻഷുറൻസ് ആക്റ്റിൽ പറഞ്ഞ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ LIC ആണെന്നുണ്ടെങ്കിൽ സോൾവൻസി മാർജിൻ എന്ന് പറയുന്നത് എത്രയാണ്? 100 മില്യൺ ആണ്. ഇനി GIC ആണ് എന്നുണ്ടെങ്കിൽ ഈ സോൾവൻസി മാർജിൻ എന്ന് പറയുന്നത് ഒരു 3 കണ്ടീഷൻസ് ആണ് അവിടെ വരുന്നത്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് 500 മില്യൺ, ഒന്നുകിൽ 500 മില്യൺ, അതല്ലെങ്കിൽ സം ഇക്വാലൻറ്റ് ടു 20% ഓഫ് നെറ്റ് പ്രീമിയം, അതല്ലെങ്കിൽ സം ഇക്വാലൻറ്റ് ടു 30% ഓഫ് നെറ്റ് ഇൻകേർഡ് ഇൻകം. ഈ 3 കണ്ടീഷനിൽ ഏതാണോ ഹയസ്റ്റ് എമൗണ്ട് വരുന്നത് അത്ര എമൗണ്ടാണ് GIC സോൾവൻസി മാർജിൻ സോൾവൻസി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ദിസ് ഷാൾ ബി സബ്ജക്റ്റ് ടു ക്രെഡിറ്റ് shall be subject to credit for reinsurance in computing net premium and net incurred claim being actual but a percentage determined by the regulations not exceeding 50%. An insurer who failed to maintain the required solvency margin will be deemed to be insolvent. അപ്പോൾ ഈ ഒരു മാർജിൻ കീപ്പ് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു കമ്പനി ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരെ കോർട്ട് വഴി എന്തായിരിക്കും? ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കും. പിന്നെ അതോടൊപ്പം തന്നെ IRDയുടെ റെഗുലേഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് അസറ്റ് ലയബിലിറ്റി സോൾവൻസി റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസി. അങ്ങനെയാണെങ്കിൽ അവരൊരു സോൾവൻസി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അത് ഷെഡ്യൂൾ 3A പ്രകാരമാണ് LICയിലെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് GIC ആണെന്നുണ്ടെങ്കിൽ 3B പ്രകാരം ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ LIC ആൻഡ് GICയുടെ സോൾവൻസി മാർജിൻ കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കോർട്ട് ഒരു ഇൻസോൾവൻ്റ് കമ്പനി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവർ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം. ആ ഒരു LIC ആണ് എന്നുണ്ടെങ്കിൽ അവർ ഷെഡ്യൂൾ 3A പ്രകാരവും GIC ആണെങ്കിൽ ഷെഡ്യൂൾ B പ്രകാരവുമാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് എവറി ഇൻഷുറർ ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ വാല്യൂ ഓഫ് അസറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി അഫോർസെറ്റ് റെഗുലേഷൻ. അപ്പോൾ ആ ഒരു റെഗുലേഷൻ 2000 പറഞ്ഞ പ്രകാരമായിരിക്കണം അവർ അസറ്റും അതിൻ്റെ വാല്യൂസും കീപ്പ് ചെയ്യേണ്ടതും. അത് അതിൻ്റെ ബുക്ക് വാല്യൂ എൻ്റർ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. അതേപോലെ ഹി പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് ലയബിലിറ്റീസ്. അവിടെ ലയബിലിറ്റീസിൻ്റെ എമൗണ്ട് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഷെഡ്യൂൾ 3A പറഞ്ഞിട്ടുള്ള പോയിൻ്റ് അനുസരിച്ചിട്ടായിരിക്കണം LIC പ്രിപ്പയർ ചെയ്യേണ്ടത്. ഷെഡ്യൂൾ ഫോം HG പ്രകാരമായിരിക്കണം. ഷെഡ്യൂൾ 2B HG ഫോം പ്രകാരമായിരിക്കണം GIC ലയബിലിറ്റീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. ദെൻ ഇൻ ദ ഇവൻറ്റ് ദാറ്റ് എൻ ഇൻഷുറർ ട്രാൻസാക്ട് ഇൻഷുറൻസ് ബിസിനസ് ഇൻ എ കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് സബ്മിറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓർ റിട്ടേൺ ഓർ എനി സച്ച് പർട്ടിക്കുലേഴ്സ് ടു എ പബ്ലിക് അതോറിറ്റി ഓഫ് ദാറ്റ് കൺട്രി. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു ഇൻഷുറൻസ് ഡീലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിയിലെ പബ്ലിക് അതോറിറ്റിയുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണോ അതുകൂടെ കമ്പനി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് മെയിനായിട്ട് സോൾവൻസി ആൻഡ് മാർജിനിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് സബ്മിഷൻ ഓഫ് റിട്ടേൺ ആണ്. എവറി ഇൻഷുറർ ഷുഡ് സബ്മിറ്റ് ടു ദ അതോറിറ്റി ദ റിട്ടേൺ.
showing as that of 31st day of December of the preceding year, and the asset held and invested. Investment made out of the controlled fund and all other particular necessary to establish that the requirement of the Insurance Act have to be compiled with. അപ്പോൾ നമ്മൾ ഓഡിറ്റിങ്ങിലൊക്കെ പഠിച്ച പോലെ തന്നെ ഇവരെന്ത് ചെയ്യണം, അവരുടെ റിട്ടേൺ എല്ലാ 31st ഡിസംബറിനും അത് സബ്മിറ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ വരുന്നത് ആക്ച്വറി എന്ന് പറയുന്ന ഒരു ടേമാണ്. ആൻ ഇൻഷുറർ ക്യാരിങ് ഓൺ ദ ബിസിനസ് ഇൻ ഇന്ത്യ റിക്വയർഡ് അണ്ടർ IRDA റെഗുലേഷൻ ആക്ട് 2000 ടു അപ്പോയിൻറ്റ് എ പേഴ്സൺ ഫുൾഫില്ലിംഗ് ദ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ് ടു ആക്ട് ആസ് എൻ അപ്പോയിൻറ്റഡ് ആക്ച്വറി. ഈ ഒരു ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ, അതായത് IRDA റെഗുലേഷൻസ് ആക്ട് 2000 ആണ്. Okay, 2000 appoint a person fulfilling the eligibility requirement to act as an actuary. After seeking the approval of the authority in this regard, it is mandatory. ഇപ്പോൾ LIC ബിസിനസ് ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരാളുടെ ഒരു ഏജൻറ്റ് അയാളുടെ ഒരു സർവീസ് എന്താ പറയുന്നത് മാൻഡേറ്ററി ആണ്. അത് IRDA റെഗുലേഷൻ 2000 ആക്ട് പ്രകാരം ആയിരിക്കണം അത് ഫിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയാളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ കുറച്ചും കൂടെ ഒരു ഇൻഷുറൻസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, അതേപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ LICയുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടും അതിൻ്റെ ഒബ്ലിഗേഷൻസൊക്കെയാണ്. ഓക്കെ, ഐ വിൽ സെൻഡ് യു ലേറ്റർ ദാറ്റ് പോർഷൻസ്. ഓക്കെ, നൗ താങ്ക് യു.